ഇന്നത്തെ ദിവസം 2025 നവംബർ മാസം 12 ഇന്നാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. പക്ഷികൾക്ക് വേണ്ടി ഒരു ദിവസം. പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ലോക പ്രശസ്തനായ പക്ഷി നിരീക്ഷകൻ ഡോക്ടർ സാലിം അലിയുടെ 129ാം ജന്മദിനമാണിന്ന്. തോക്കുമായി പക്ഷിവേട്ടയ്ക്കിറങ്ങി തുരുതുരാ പക്ഷികളെ വെടിവെച്ചിട്ട് ഒരു വികൃതി കൊച്ചനാണ് പിന്നീട് ലോകമറിഞ്ഞ ഒരു പക്ഷി മനുഷ്യനായി മാറിയത്, സാലിം അലിയായി മാറിയത്. 4 വയസ്സെത്തും മുന്നേ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട സാലിം അലി പിന്നീട് വളർന്നത് മുംബൈയിൽ അദ്ദേഹത്തിന്റെ അമ്മാവനൊപ്പമായിരുന്നു. തോക്കുമായി വേട്ടയ്ക്കിറങ്ങുന്ന അമ്മാവനെ കണ്ട് വളർന്ന കൊച്ചു സാലിമിന്റെയും ഇഷ്ടവിനോദം നായാട്ടു തന്നെയായിരുന്നു. തോക്കുമായി വീടിന്റെ പരിസരങ്ങളിലൊക്കെ പക്ഷികളെ വെടിവെച്ചിടാൻ സാലിമും അമ്മാവനൊപ്പം ഇറങ്ങി. ഒരിക്കൽ വീട്ടിലെ കാലിത്തൊഴുത്തിൽ കഴുത്തിൽ മഞ്ഞ വരെയുള്ള ഇണക്കുരുവികൾ മുട്ടയിട്ട് അടയിരിക്കുന്നത് കണ്ട് സാലിം ആ കുരുവിയെ വെടിവെച്ചിട്ടു. എന്നാൽ പെൺകിളി മറ്റൊരു ആൾക്കുരുവിയെ കൂട്ടിന് കണ്ടെത്തി. ഇങ്ങനെ 8ഓളം കിളികളെയാണ് വെടിവെച്ചിട്ടത്. കഴുത്തിൽ മഞ്ഞ വരെയുള്ള കുഞ്ഞിക്കിളികളെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള സാലിം അലിയുടെ ആഗ്രഹവും അതിനായുള്ള പഠനവുമാണ് ഇന്ത്യയിൽ പക്ഷി നിരീക്ഷണത്തിന്റെ ശാസ്ത്രീയ അടിത്തറ പോലും പാകിയത്. പക്ഷിക്കൂടുകൾക്കടുത്ത് സുരക്ഷിതമായി ഇടമൊരുക്കി ക്യാമറയും ബൈനോക്യുലറും നോട്ട് പുസ്തകവും പേനയും ഒക്കെയായിട്ട് ദിവസവും മണിക്കൂറുകളും ചിലവഴിച്ചാണ് അദ്ദേഹം പക്ഷികളെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടത്തിയത്. തൻ്റെ പക്ഷി പുസ്തകങ്ങൾക്ക് അടിസ്ഥാനമിട്ടതും അങ്ങനെയാണ്. മുഷിഞ്ഞ കാക്കി വസ്ത്രങ്ങളും ധരിച്ച് കയ്യിൽ ബൈനോക്യുലറും ക്യാമറയുമായി പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ കുറ്റിച്ചെടികളുടെ ഉള്ളിലും മരപ്പൊത്തുകളിലൊക്കെ നോക്കി നടക്കുന്ന തന്നെ ഒരു പക്ഷേ ഒരു ഭ്രാന്തനായോ വിദേശ ശക്തികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാരനായോ ഒക്കെ അന്നാട്ടുകാർ കരുതിയിരിക്കാമെന്ന് തമാശയുടെ സ്വയം വിമർശിക്കുമായിരുന്നു സാലിം അലി. അതിനായി ദേശാന്തരങ്ങൾ അദ്ദേഹം സഞ്ചരിച്ചു. കേരളത്തിലും അദ്ദേഹം പലകുറി എത്തിയിരുന്നു. കേരളത്തിലെ സൈലന്റ് വാലി മഴക്കാടുകൾ അനശ്വരമാക്കിയതിൽ ആ പക്ഷി ഗവേഷകന്റെ ഇടപെടലുകൾ വളരെ വലുതാണ്. സാലിം അലിയുടെ വാക്കുകൾ പോലെ പ്രകൃതിദത്ത പൈതൃകത്തിന്റെ സംരക്ഷകരാകണം നാം. ഭാവി തലമുറകൾക്ക് വന്യജീവികളുടെ അത്ഭുത ലോകം അവകാശമാക്കുന്നു എന്നതും ഉറപ്പാക്കണം. ശരിയല്ലേ? നമ്മളല്ലേ ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്? അടുത്ത തലമുറകൾക്ക് വേണ്ടി അതിനെ ഒരുക്കി വെക്കേണ്ടതും നമ്മൾ തന്നെയാണ് അല്ലേ? അത്രത്തോളം അത്ഭുതം നിറഞ്ഞതാണ് നമ്മുടെ ജീവജാല സമ്പത്ത്. അപ്പോൾ ഇന്ന് സാലിം അലിയുടെ ജന്മദിനത്തിൽ നമുക്ക് അല്പനേരം പച്ചപ്പിൽ കൂടി നടക്കാം, കിളികളുടെ ശബ്ദം കേൾക്കാം, പൂക്കളെയും പച്ചിലകളെയും പരിചരിക്കാം, ജീവജാലങ്ങളെ സംരക്ഷിക്കാൻ അതിൻ്റെ ഭാഗമാകാം.